നമസ്കാരം ശ്രീ രശ്മിനാഥ്. നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പടരുകയാണ്. നമുക്കറിയാം, വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് പോലും ഇസ്രായേൽ ഈ ഹമാസ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ബന്ദികളെ മുഴുവൻ അങ്ങനെയാണെങ്കിൽ ഇല്ലാതെയാക്കുമെന്ന് ഹമാസും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ട്രംപും വളരെ കർക്കശമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പൊതുവിലെ സാഹചര്യങ്ങൾ നോക്കിക്കാണുന്നത്? ഇനി ഇതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഹമാസ് തന്നെയാണ്. ഹമാസിന് ആവശ്യം ലോകരാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണ ഇസ്രായേലിനെതിരായിട്ട് ഹമാസിന് ലഭിക്കണം. ആ പാലസ്തീൻ ലിബറേഷൻ ആർമി PLO എന്ന പണ്ട് ഉണ്ടായിരുന്നതിന്റെ ബാക്കി പത്രമായിട്ടുള്ള ഹമാസിന് അവർക്ക് ഏതൊരു തീവ്രവാദ സംഘടനകളും ലോകത്ത് നടത്തുന്നത് പോലെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ തന്നെ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഒരുക്കി. ഇപ്പൊ ഈ കഴിഞ്ഞ ഇസ്രായേൽ ഹമാസ് ആക്രമണങ്ങൾ എങ്ങനെയാണ് നമുക്ക് പരിശോധിച്ചാൽ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് ഒരു കൂട്ടം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവിടെയുള്ള ഇസ്രായേലി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പിടിച്ചു കെട്ടി കൊണ്ടുപോയി ക്രൂരമായി പീഡനത്തിനിരയാക്കിയപ്പോഴാണ് ഇസ്രായേൽ ഹമാസിനെതിരെ ശക്തമായ സൈനിക നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുന്ന രംഗങ്ങൾ വരെ ഹമാസ് തന്നെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് ലോകത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. അന്ന് അവർക്ക് ആവശ്യം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗത്തെ പോലും മൊസാദിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഹമാസിന്റെ പ്രവർത്തകർ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അന്നത് ചെയ്തത് എങ്കിൽ യഥാർത്ഥത്തിൽ അത് ഹമാസിന് തിരിച്ചടിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു പ്രകോപനം സൃഷ്ടിച്ചത് ഹമാസാണ്. ആ പ്രദേശത്ത് കുറച്ച് കാലമായി പ്രശ്നങ്ങളില്ലാതെ തികച്ചും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഹമാസ് ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലി പൗരന്മാരെ ക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുകയും സ്ത്രീകളെ പീഡനത്തിനിരയാക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു തുറന്ന ബാക്ക് സൈഡ് തുറന്നിട്ടുള്ള ഒരു പിക്കപ്പ് വാനിൽ ഒരു സ്ത്രീയെ പൂർണ്ണ നഗ്നയാക്കിക്കൊണ്ട് അവർ ഇസ്രായേലി വനിതയെ കൊണ്ടുപോകുന്ന കാഴ്ചകളടക്കം നമ്മൾ കണ്ടു. ഇത് അവർക്കൊരു മൊസാദിനെതിരായിട്ടുള്ള ഞങ്ങൾ ശക്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തതെങ്കിൽ പോലും സത്വത്തിൽ അവർക്ക് അത് തിരിച്ചടിയായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ തവണ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിട്ടും വെടിനിർത്തൽ ഉണ്ടായിട്ട് പോലും പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഹമാസ് ഇസ്രായേലിനെതിരെ ഉണ്ടാക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ തിരിച്ചടിക്കുന്നത്. നോക്കൂ, നമുക്കറിയാം ലോകത്തെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മൊസാദാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പൗരന്മാരെ യാത്ര ചെയ്യുന്ന വിമാനം പാലസ്തീൻ ലിബറേഷൻ ആർമി അവര് തട്ടിയെടുത്ത് നേരെ ഉഗാണ്ടയിലേക്കാണ് കൊണ്ടുപോയത്, ഈദി അമീന്റെ നാട്ടിലേക്ക്. അന്ന് 24 മണിക്കൂറിനകം എങ്ങനെയാണ് ആ വിമാനത്തെയും വിമാനയാത്രികരെയും ഇസ്രായേലിന്റെ മൊസാദ് ആ സിംഹത്തിന്റെ മടയിൽ ചെന്നുകൊണ്ട് എങ്ങനെയാണ് ഉഗാണ്ടയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയത് എന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ ഇന്റലിജൻസ് സംവിധാനമാണ് മൊസാദ് എന്ന പേരിൽ ഇസ്രായേലിനുള്ളത്. അതിനെ വെല്ലാൻ ഇന്ന് ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. സ്വാഭാവികമായും US ചില കാര്യങ്ങളിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള നടപടി അല്ലെങ്കിൽ നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിന് അമേരിക്കയെ പോലും വെല്ലാൻ സാധിക്കുന്ന പലതരത്തിലുള്ള സൈനിക ശേഷിയും സാങ്കേതിക വിദ്യയും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇസ്രായേലിനെതിരെ ഏതൊരു രാജ്യം അല്ലെങ്കിൽ ഏതൊരു കൂട്ടായ്മ പ്രവർത്തിക്കാൻ തയ്യാറായാലും ഇസ്രായേലിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഇതേപോലൊരു മറ്റൊരു ശക്തി കൂടി ഈ ലോകത്തുണ്ട്. അതാണ് ജപ്പാൻ. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം ചൈന ഇന്ത്യയെ ആക്രമിക്കും എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളുമായിട്ട് ചൈനയുടെ രാഷ്ട്ര നേതാക്കന്മാർ വന്നപ്പോ അന്ന് ജപ്പാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്കെതിരെ ആരെങ്കിലും യുദ്ധം ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ യുദ്ധത്തിന് തയ്യാറായിട്ട് വരികയാണെങ്കിൽ ഞങ്ങളോടും ഇസ്രായേലിനോടും കൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വേണം വരാൻ എന്നൊരു വാക്ക് ജപ്പാന്റെ പ്രധാനമന്ത്രി പറഞ്ഞ് നമുക്കറിയാം. അതിന്റെ അർത്ഥം ഒരേ ശക്തികൾ, ഒരേപോലെ ചിന്തിക്കുന്ന രാഷ്ട്രഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളും രാഷ്ട്രശക്തികളും ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹമാസ്, നമുക്കറിയാം ഹമാസിനെ അറബി രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല. അറബി രാജ്യങ്ങൾക്ക് പോലും പേരുദോഷം വരുത്തുന്ന തരത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ ഊട്ടി വളർത്തുന്ന ഹമാസിന്
ആ അറബി രാജ്യങ്ങൾക്ക് പോലും അത്തരം അറബി രാജ്യങ്ങളിൽ പോലും നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യമാണ്. അവിടെയാണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണ പദ്ധതികളുമായിട്ട് ഹമാസ് മുന്നോട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ പത്രത്തിലും മറ്റ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, പലസ്തീൻ അടുത്തുള്ള ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾക്ക് ചുറ്റും ഹമാസ് ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനും ചോദിക്കട്ടെ, ഇസ്രായേലെ വിഡ്ഢികളാണോ? അവരുടെ ഇന്റലിജൻസ് ബ്യൂറോ അത്രയ്ക്ക് മോശമാണോ? ഹമാസിന്റെ ഏതൊരു നീക്കത്തെയും അവരുടെ ചാരക്കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ശേഷിയുള്ള രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പുകൾക്ക് ചുറ്റും ബോംബുകൾ സ്ഥാപിക്കുന്നു ഹമാസ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇതെല്ലാം ഇസ്രായേൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സൈന്യം അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇന്റലിജൻസ് വിഭാഗം ഹമാസിനിടയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തിനെതിരെ ഹമാസ് എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? ഒരിക്കലും ഒരു ചെറിയ രാജ്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നയപരമായ രീതിയിലൂടെ ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്യാം. ഇന്ത്യയില് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്കറിയാമല്ലോ, 146 നാട്ടുരാജ്യങ്ങളായിട്ട് ചിതറിക്കിടന്നിരുന്ന ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ വേണ്ടി നയതന്ത്രപരമായിട്ടുള്ള കഴിവുള്ള ആളുകളെ നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇന്ന് ഇന്ത്യൻ യൂണിയനായിട്ട് നിലനിൽക്കുന്നത്. റഷ്യ ഒരു സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ നിലനിന്നിരുന്നു. അന്നത്തെ രാഷ്ട്രതന്ത്രജ്ഞന്മാർക്ക് അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ റഷ്യ എന്ന ഒറ്റ രാജ്യമായിട്ട് മാറി സോവിയറ്റ് യൂണിയൻ ചിന്നി ചെതറിപ്പോയി. ഇതൊക്കെ നമുക്ക് മുന്നിൽ കാണുന്നതാണ്. ഇതെല്ലാം നമുക്ക് സൂചിപ്പിക്കുന്നത് നയപരമായ സമീപനം ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് യുദ്ധങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ചൈന നിരവധി പ്രകോപനങ്ങൾ ഇന്ത്യക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരെ പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി ഇങ്ങോട്ട് കടത്തിവിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ യുദ്ധത്തിലേക്കല്ലല്ലോ പോകുന്നത്. തികച്ചും നയപരമായ സമീപനത്തിലൂടെ, നയപരമായിട്ടുള്ള രീതിയിലൂടെ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ പിന്തുണയും പിടിച്ചു പറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് ഭാരതം ഇന്ന് അനുവർത്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഹമാസിന് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത്? നമുക്കറിയാം, മെക്ക അത് മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ്. ഖുറാനിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നു, 73 പ്രാവശ്യം അവർ യുദ്ധം നടത്തി നോക്കി. അവർക്ക് നഷ്ടപ്പെട്ട നബി തിരുമേനിയുടെ ആ ഒരു ജന്മസ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടി, മക്ക തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ പറയുന്നത്, വിശ്വാസികൾക്ക് മേൽ യുദ്ധം നടത്തി വിജയം നേടി വിശ്വാസികളുടെ മുഴുവൻ ആരാധനാ കേന്ദ്രങ്ങളും പിടിച്ചടക്കി എന്നാണ് അവർ പറയുന്നത്. ആ പിടിച്ചടക്കപ്പെട്ട ആരാധനാലയങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി വിശുദ്ധ യുദ്ധം നടത്തി. 73 തവണ നടത്തി. 74ാമത്തെ തവണയാണ് അവർക്ക് അവരുടെ മക്ക, ആ മുസ്ലിം സമൂഹത്തിന് അവരുടെ ആത്മീയ കേന്ദ്രമായിട്ടുള്ള മക്ക തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ അത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വിശ്വാസമായിട്ടുള്ള യേശുദേവൻ ജനിച്ചിട്ടുള്ള ജെറുസലേം, ആ ജെറുസലേം തിരിച്ചു പിടിക്കാൻ വേണ്ടി ജൂതന്മാരാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്, ആദ്യം യേശുവിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ആ ജൂതരാഷ്ട്രം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തിനാണ് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഈ ഹമാസ് നിൽക്കുന്നത്? ഹമാസിനെ സംബന്ധിച്ച് ഇസ്ലാമികമാണ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അത് ഇസ്ലാമിക നാമധാരികൾ മാത്രമാണ് അതിനകത്ത് മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അറബ് രാഷ്ട്രങ്ങൾ ഹമാസിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടി വരുന്നത്. കാരണം ഹമാസ് ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും ക്രൂരതകളും ഒക്കെ ഇസ്ലാമികമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് ബോധപൂർവം ചെയ്യുന്നു. അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കുള്ള അപമതിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെയാണ് ചില ചിന്തിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഹമാസിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത്. അവിടെ മക്ക തിരിച്ചു പിടിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കും, അത് തെറ്റല്ല എങ്കിൽ എന്തിനാണ് ജെറുസലേം തിരിച്ചു പിടിക്കുന്നിടത്തേക്ക് ഈ പ്രശ്നവുമായിട്ട് ഹമാസ് പോകുന്നത്? ഹമാസിന്റെ കുത്തക അവകാശമല്ലല്ലോ ഇസ്ലാമിക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ പറയണ്ടേ അത് തെറ്റാണ്, അവിടേക്ക് പോകാൻ പാടില്ല, ഹമാസ് ആണ് ശരിയെന്ന് പറയണ്ടേ? ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. ചില സിറിയ പോലെയുള്ള ചില ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ ഒഴിച്ച് 99% മുസ്ലിം രാഷ്ട്രങ്ങളും ഹമാസിനെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഹമാസ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാത്ത പക്ഷം ഇതാണ് ഇസ്ലാം എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരു വികൃതമായ മുഖമാണ് ഇസ്ലാമിന് നൽകാൻ ഹമാസ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് ഇസ്ലാമിക സമൂഹങ്ങൾ പോയാൽ ഈ ലോകത്ത് അത്തരം രാഷ്ട്രങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല എന്നാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ
ഈ ചാനലുകളിലും പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഹമാസ് ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഹമാസ് ഞെട്ടുക എന്നുള്ളതല്ലാതെ ഇസ്രായേൽ ഒന്നും എവിടെയും ഞെട്ടാൻ പോകുന്നില്ല. കാരണം ഹമാസിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് ഓരോ സെക്കൻഡിലും അറിയുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ചില ആളുകൾ വാർത്തകൾക്ക് പ്രാധാന്യം ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രതിലോമ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ റീച്ച് ലഭിക്കുക എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ, നെഗറ്റീവ് ന്യൂസുകൾ നൽകിക്കൊണ്ട് കൂടുതൽ റീച്ച് ലഭിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്ര മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ ഹമാസിന് സാധിക്കില്ല എന്നാണ് അത്തരത്തിലുള്ള ആളുകൾ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.